മലപ്പുറം ജില്ലയിൽ ആദ്യ ദിവസ പര്യടനം പെരിന്തൽമണ്ണയിൽ അല്ലെ? പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ സ്റ്റേഡിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നെഹ്റു സ്റ്റേഡിയമാണിത്. ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ച സ്ഥലത്താണ്. മാത്രമല്ല EMS നമ്പൂതിരിപ്പാട് പഠിച്ച സ്കൂളിന്റെ അല്ലെ, ചരിത്രമുറങ്ങുന്ന ഒരു സ്കൂളിന്റെ വരാന്തയിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആഷ്മി താജ് ഇബ്രാഹിമിന്റെ കാര്യം പരിപാടി ചെയ്യില്ലേ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നിലമ്പൂർ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതാവാണ് ഇവര്. ഫുൾ ടൈം അതെ അതെ അതെ. അല്ല, ആദ്യമായിട്ട് ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കേരളത്തിലെ വ്യാപാര വ്യവസായി മലപ്പുറം ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായ ഒരു ജില്ലയാണ്. ഒരു ആയിരക്കണക്കിൽ വനിതകൾ തന്നെ ഉണ്ടായിരുന്നു. നേതാക്കൾ അവിടെ വന്നിരിക്കുന്നത്. വനിതകളൊക്കെ ഉണ്ടല്ലോ. അല്ല, എന്തായാലും നേതാക്കൾ മാത്രം കുറച്ച് പേരെ അവിടെ വന്നിട്ടുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ടില്ല. ഇഷ്ടമാരുണ്ട്. യൂത്ത് വിങ് വളരെ ആയിരക്കണക്കിന് പേരുണ്ട്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരും അതുമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കച്ചവടക്കാർ സംഘടനയുടെ മെമ്പർഷിപ്പിൽ നിങ്ങൾ മാറ്റും. 50,000 അവരെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾ സംഘടനയിൽ ഉണ്ടാവില്ല. പിന്നെ പുറത്താക്കേണ്ടി വന്നു. എല്ലാം ഇല്ല. അതാ ഞങ്ങളിപ്പോ തീരുമാനം എടുത്തില്ലല്ലോ. അപ്പൊ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യാപാരി വ്യവസായിയിൽ അല്ലെ, ടിക്കർ വേണമെങ്കിൽ ലീഡായിട്ട് വ്യാപാരി വ്യവസായ സംഘടനയുള്ള ആരെങ്കിലും ഈ ലഹരി വിൽക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക അംഗത്വം പുറത്താക്കും എന്ന് പ്രസിഡന്റ് പറയുന്നു. പ്രസിഡന്റ് മുഴുവൻ പേരോടൊന്ന് പറഞ്ഞേക്കണം. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്, ജില്ലാ പ്രസിഡന്റാണ്. അപ്പൊ ഇത് സംസ്ഥാനത്ത് മുഴുവൻ പി കുഞ്ഞാവ ഹാജി പറയുന്നു. അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നടപ്പാക്കാൻ പോവല്ലേ? ഇതിപ്പോ ഞാൻ പറഞ്ഞ മലബാർ ലിസ്റ്റിലെ കാര്യമാണ്. മലബാർ വേണ്ട, കേരളം മൊത്തം. കാര്യം ഇത് കച്ചവടം ചെയ്യുന്ന ആളില്ലേ, പിന്നെ ഇവിടുന്ന് ഈ സാധനം വാങ്ങിക്കാം. മൊത്തം അറിയാവുന്ന ആളാണ്. കാരണം ഞാൻ സ്റ്റേറ്റിന് പിന്നെ ഒരു സൂത്രകാര്യം കൂടെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നിങ്ങൾ എന്താ പറയുക, മത്സരിക്കാൻ പോകുന്നു പറഞ്ഞു? മത്സരിക്കും. വർക്കിംഗ് പ്രസിഡന്റ് മത്സരിക്കുമോ? ഞങ്ങൾ ആര് മത്സരിക്കുന്നുള്ളത് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങൾ മത്സരിക്കും. സംഘടനയുടെ ഒരു പ്രതിനിധി മത്സരിക്കാൻ തീരുമാനിച്ചു. അല്ല, മത്സരിക്കാൻ തന്നെ കച്ചവടക്കാരൻ ഒരുപാട് പീഡനം സഹിച്ചു. എന്ത് പീഡനം? കച്ചവടക്കാർ ഒന്നാമത് കച്ചവടം എല്ലാം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് അറിയിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. സർക്കാരിന് ഇല്ല, പ്രതിപക്ഷത്തിന്റെ ഇല്ല. ഒരു സഹായം കച്ചവടക്കാർക്ക് ആരും ഇല്ല. കച്ചവടക്കാർ സഹായിക്കാൻ ജയിക്കാനൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഈ രാജ്യത്ത് മനസ്സിലാക്കണം, ജയിക്കാൻ വേണ്ടി തന്നെയാണ് അവസരം മത്സരിക്കുന്നത്. അല്ല പ്രസിഡന്റ്, ഒരു സാധാരണ ഇങ്ങനെ മത്സരിക്കാനൊക്കെ തീരുമാനിച്ച് പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ അങ്ങ് സെറ്റിൽ ചെയ്ത് പോകാറുണ്ട്. പലപ്പോഴും നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്ത് അതുണ്ടാവോ? അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ വിജയ, നമുക്ക് എവരോടൊന്ന് ചോദിക്കാം. ഇലക്ഷൻ നിൽക്കുന്ന എന്തിനാ നിൽക്കുന്നതെന്ന് ചോദിച്ചോ നിങ്ങള്? അല്ല, അതായത് ജയിക്കാൻ വേണ്ടിയാ നിൽക്കുന്നത്. തോപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് അല്ലേ? ഏത് ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയും? വേണ്ടി വരുമോ? നിക്കണോ? നിങ്ങൾക്കെല്ലാം ഒരേ അഭിപ്രായമാണോ? ഒരേ അഭിപ്രായം.